സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ വെള്ളിയാഴ്ച ഇലക്ട്രിസിറ്റി വർക്കർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 154/2025 ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സരോജിനി നായിഡു. ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിന്റെ ഉൽപാദനത്തിലാണ്? ഗോതമ്പ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരി. 4ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത്? തൃതീയ മേഖല ബാങ്കിങ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം 1946. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? വിമുക്തി. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായ സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം. താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? സമത്വ സമാജം സ്ഥാപിച്ചു, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ എ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല? വയനാട്. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ലാഭം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം? നൈട്രജൻ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏത്? ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഓസ്ട്രേലിയ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ശ്രീനാരായണ ഗുരു.
2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ഇന്തോനേഷ്യ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏത്? ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? കോതമംഗലം. അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? നമ്പൂതിരി സമുദായം. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിന്റെ പേരെന്താണ്? ആദിത്യ L1. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം കാറ്റിന്റെ ദിശാമാറ്റം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? രാജ്യസമാചാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏത്? IPL. ഇനി വരുന്ന ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 41ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 43ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യം 44 ഉത്തരം ഓപ്ഷൻ എ. 45ാമത്തെ ചോദ്യം 45 ഓപ്ഷൻ സി. 46ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 47 ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം 48 ഓപ്ഷൻ സി. 49 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 50ാമത്തെ ചോദ്യം 50 ഓപ്ഷൻ ഡി. 51 ഓപ്ഷൻ സി. 52ാമത്തെ ചോദ്യം 52 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 54ാമത്തെ ചോദ്യം 54 ഓപ്ഷൻ സി ആണ്. 55ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 56ാമത്തെ ചോദ്യം 56 ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 58 ഓപ്ഷൻ എ. 59ാമത്തെ ചോദ്യം 59ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം 60 ഓപ്ഷൻ എ. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെൽ. AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തന്നിരിക്കുന്നു? AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്റർ ദിശ മാറാത്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സിപ്പിൾ റിങ്സ്. ഉത്തരം ഓപ്ഷൻ ഡി. 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, വൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജമാറ്റം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ. വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ശരി. ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വാട്ട് ആണ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC യുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്.
വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആര്? അലക്സാൻഡ്രോ വോൾട്ട്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംപിയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാവാത്തത് ഏത്? ഹാക്സോ ബ്ലേഡ്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? 11 കിലോ വോൾട്ട്. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിൻ്റെ 2 ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫിലമെന്റ് ലാബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരി. പവറിൽ വ്യത്യാസം വരാതെ എസിയുടെ വോൾട്ടേജ് ഉയർത്തുവാനോ താഴ്ത്തുവാനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. എസിയുടെ വോൾട്ടേജ് ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എസിയുടെ വോൾട്ടേജ് താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് 230 വോൾട്ട്. തന്നിട്ടുള്ളവയിൽ ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏത്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. വൈദ്യുതി കടത്തിവിടാത്തത് ഏത്? പ്ലാസ്റ്റിക് സ്കെയിൽ. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ്? ഓപ്ഷൻ എ ആണ് സൗരോർജം, കാറ്റ്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് 1, 3, 4 ശരി. ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവും ഉള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശത്തിന് വിധേയമാകുന്നു. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുത നിലയത്തിൽ നിന്നുമാണ്? ഇടുക്കിയാണ്. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCBയുടെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഷോക്കേറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻ എ ആണ് വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്നും മാറ്റുക. വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1, 3. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതി വിതരണത്തിലുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി അലൂമിനിയം. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിലെ ഊർജ്ജമാറ്റം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്ത. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ബി 2, 3, 4 എന്നിവ ശരിയാണ്. 2, 3, 4 എന്നിവ ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ വൈദ്യുതിയുടെ ചാലകങ്ങളെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ സി സ്വർണം, ചെമ്പ്, അലൂമിനിയം. വൈദ്യുത വിതരണ സംവിധാനത്തിൽ ഫീഡറിന്റെ ഉപയോഗം എന്താണ്? വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം എന്താണ്? ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുള്ള വൈദ്യുതിയെ ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു.
ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിയായ ശൃംഖല ഏതാണ്? ഇലക്ട്രിക്കൽ ഗ്രിഡ്. വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. അവസാനത്തെ ചോദ്യം, പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 11 കിലോ വോൾട്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്